ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM-ലെ ഭിന്നത പുറത്തു വന്നിരുന്നു. ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. എന്നാൽ അതിന് വിരുദ്ധമായ നിലപാടാണ് മുതിർന്ന ചില CPM നേതാക്കൾ സ്വീകരിച്ചത്. കെ സുധാകരനും തോമസ് ഐസക്കും MA ബേബിയും തിരുത്തൽ വേണമെന്നാവശ്യപ്പെട്ടു. പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നുപോയെന്നും പാർട്ടിയും സർക്കാരും തിരുത്താൻ തയ്യാറാവണമെന്നും അവർ ആവശ്യപ്പെട്ടു. CPM-ൻ്റെ ജില്ലാ കമ്മിറ്റികളിലും സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ വിമർശനമുണ്ടായി. ഇപ്പോഴിതാ CPI-ക്കുള്ളിലും അഭിപ്രായ ഭിന്നത മറനീക്കി പുറത്തു വരുന്നു. രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടാണ് ഭിന്നത. PP സുനീറിന് രാജ്യസഭാ സീറ്റ് നൽകിയതിനെ എതിർത്ത് VS സുനിൽകുമാർ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. സുനീർ ചെറുപ്പമാണ്, ഇനിയും സമയമുണ്ടായിരുന്നു, മുതിർന്ന നേതാവിനെ രാജ്യസഭയിലേക്ക് അയക്കുന്നതായിരുന്നു ഉചിതം. ഇങ്ങനെയായിരുന്നു VS സുനിൽകുമാറിൻ്റെ അഭിപ്രായ പ്രകടനം. ഇതേ തുടർന്ന് യോഗത്തിൽ ചേരിതിരിഞ്ഞ് വിമർശനം ഉയരുകയും ചെയ്തു. പിന്നാലെ VS സുനിൽകുമാറിനെതിരെ ഒളിയമ്പുമായി PP സുനീറും എത്തി. CPI സംസ്ഥാന കൗൺസിൽ യോഗത്തിലായിരുന്നു സുനീറിൻ്റെ ഒളിയമ്പ്. നമ്മൾ ആത്മസുഹൃത്തുക്കളെന്ന് കരുതി കൊണ്ടു നടക്കുന്നവർ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലായി. ഇതാണ് ഈ ചർച്ച കൊണ്ടുണ്ടായ പ്രയോജനം. ആരോടും ആവശ്യപ്പെട്ടിട്ടല്ല രാജ്യസഭാ സീറ്റ് ലഭിച്ചത് എന്നായിരുന്നു സുനീർ യോഗത്തിൽ പറഞ്ഞത്. CPI-ക്കുള്ളിലെ വിഭാഗീയത മറനീക്കി പുറത്തു വരുന്നതാണ് പിന്നീട് കണ്ടത്. കൗൺസിലിൻ്റെ ആദ്യ ദിനത്തിൽ കാനം വിരുദ്ധപക്ഷം സുനീറിനെതിരെ ഒറ്റക്കെട്ടായി വിമർശനം ഉയർത്തി. എന്നാൽ രണ്ടാം ദിനത്തിൽ പഴയ കാനം പക്ഷം സുനീറിന് അനുകൂലമായി തിരിച്ചടിച്ചു. സുനിൽകുമാറിനെ ഒരു വിഭാഗം സംഘടിതമായി തന്നെ കടന്നാക്രമിച്ചു. 6 തവണ MLA ആയ അയാൾ 7ാം തവണ തോറ്റപ്പോൾ രാജ്യസഭയിലേക്ക് അയച്ചിരുന്നു. അന്ന് പിന്തുണയ്ക്കുകയും കൈയടിക്കുകയും ചെയ്തവരാണ് ഇപ്പോൾ സുനീറിനെ വിമർശിക്കുന്നത്. കോട്ടയത്ത് നിന്നുള്ള ഒരു സംസ്ഥാന കൗൺസിൽ അംഗം പറഞ്ഞു. പിന്നീടും ഒരാളെ രാജ്യസഭയിലേക്ക് അയച്ചിരുന്നു. അതിൻ്റെ മാനദണ്ഡം എന്തെന്ന് ഇപ്പോഴും അറിയില്ലെന്നും KE ഇസ്മായിലിനെയും MP അച്യുതനെയും ഉദ്ദേശിച്ച് അദ്ദേഹം പറഞ്ഞു. നേരത്തെ സുനിൽകുമാറിനെ പരിഹസിച്ച് AIYF പ്രസിഡന്റ് N അരുൺ രംഗത്തെത്തിയിരുന്നു. 40 വയസ്സിന് മുമ്പ് MLA-യും 50 വയസ്സിന് മുമ്പ് മന്ത്രിയുമായാൽ തന്നെ ഇത് പറയണമെന്നായിരുന്നു സുനിലിനെതിരെ അരുണിൻ്റെ പരിഹാസം. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് മലപ്പുറം പൊന്നാനി സ്വദേശിയായ സുനീർ. മുതിർന്ന നേതാവ് പ്രകാശ് ബാബുവിന് രാജ്യസഭാ സീറ്റ് നൽകാൻ പാർട്ടിയിലെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ വിഭാഗത്തിൻ്റെ എതിർപ്പ് മറികടന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സുനീറിന് രാജ്യസഭാ സീറ്റ് നൽകുകയായിരുന്നു. കാനത്തിൻ്റെ വിയോഗത്തിന് പിന്നാലെ ബിനോയ് വിശ്വം സെക്രട്ടറിയാകുന്നതുമായി ബന്ധപ്പെട്ട് CPI-ൽ ഭിന്നത രൂപപ്പെട്ടിരുന്നു. അതൊക്കെ കെട്ടടങ്ങി പാർട്ടി മുന്നോട്ട് പോവുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ CPM-നും മുഖ്യമന്ത്രിക്കുമെതിരെ വിമർശനവുമായി ബിനോയ് വിശ്വം രംഗത്തു വന്നിരുന്നു. CPM-ന് മുന്നിൽ വിനീത വിധേയരായി നിൽക്കുന്നുവെന്ന വിമർശനം സ്വന്തം പാർട്ടിക്കാർ തന്നെ CPI നേതൃത്വത്തിന് നേരെ ഉയർത്തിയിട്ടുണ്ട്. CK ചന്ദ്രപ്പൻ സംസ്ഥാന സെക്രട്ടറി ആയതോടെയാണ് ആ ചീത്തപ്പേര് മാറിയത്. പിന്നാലെ എത്തിയ കാനവും ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോയി. കാനത്തിൻ്റെ പാതയിൽ തന്നെയാണ് ബിനോയ് വിശ്വവും. അതിനിടയിലാണ് ഭിന്നത വീണ്ടും തലപൊക്കുന്നത്.